മോദി ഒരു നല്ല മനുഷ്യനാണ്. എനിക്ക് അദ്ദേഹത്തോട് വലിയ സ്നേഹമാണ്. പക്ഷേ ഇന്ത്യയോടുള്ള ബിസിനസ് കാര്യത്തിൽ എനിക്ക് വിട്ടുവീഴ്ചയില്ല. വാഷിംഗ്ടണിൽ നടന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ യോഗത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഈ പരാമർശം വലിയ ചർച്ചയായിരിക്കുകയാണ്. ലോകവേദിയിൽ ചങ്ക് ബ്രോമാരായി അറിയപ്പെട്ടിരുന്ന ട്രംപും മോദിയും തമ്മിലുള്ള ബന്ധത്തിൽ ഇപ്പോൾ കടുത്ത വ്യാപാര യുദ്ധത്തിന്റെ വിള്ളലുകൾ വീണ്ടിരിക്കുകയാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇപ്പോൾ തന്നോട് അത്ര വലിയ സന്തോഷമില്ലെന്ന് ട്രംപ് തന്നെ പരസ്യമായി സമ്മതിച്ചിരിക്കുന്നു. ഇതിന് കാരണം ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് മേൽ അമേരിക്ക ചുമത്തിയ കനത്ത നികുതിയാണെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. വാസ്തവത്തിൽ ട്രംപ് ഇന്ത്യയോട് കാണിക്കുന്നത് ഇരട്ടത്താപ്പാണോ അതോ വെറും ഒരു ബിസിനസ് തന്ത്രമാണോ എന്ന് പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയം തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. സൗഹൃദം എത്രയുണ്ടായാലും അമേരിക്കയുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്കാണ് ട്രംപ് മുൻഗണന നൽകുന്നത്. നിലവിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ 50% നികുതിയാണ് അമേരിക്ക ചുമത്തിയിരിക്കുന്നത്. ഇതിൽ 25% സാധാരണ നിലയിലുള്ള നികുതിയും ബാക്കി 25% ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനുള്ള പിഴ നികുതിയുമാണ്. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തണമെന്ന അമേരിക്കയുടെ കടുത്ത സമ്മർദ്ദമാണ് ഈ നികുതി വർധനവിന് പിന്നിൽ. മോദി തന്നെ വന്ന് കണ്ടിരുന്നുവെന്നും നികുതിയുടെ കാര്യത്തിൽ അദ്ദേഹം അതൃപ്തനാണെന്നും ട്രംപ് തുറന്നു പറഞ്ഞത് ഈ പിരിമുറുക്കത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. ട്രംപിന്റെ ഈ കടുത്ത നിലപാടിൽ പ്രതിഷേധിച്ച് അദ്ദേഹത്തിന്റെ 4 ഫോൺ കോളുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരസിച്ചുവെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ശക്തമായ നയതന്ത്ര പ്രതിഷേധമായാണ് വിലയിരുത്തപ്പെടുന്നത്. പണ്ട് ഹൗഡി മോദി, നമസ്തേ ട്രംപ് എന്നീ വേദികളിൽ കെട്ടിപ്പിടിച്ചും കൈപിടിച്ചും നടന്ന ആ സൗഹൃദത്തിന് ബിസിനസ് കാര്യങ്ങൾ വരുമ്പോൾ ഒരു സ്ഥാനവുമില്ലെന്ന് ട്രംപ് തെളിയിക്കുകയാണ്. ട്രംപിന്റെ നയതന്ത്ര ശൈലിയെ വിദഗ്ധർ വിളിക്കുന്നത് ട്രാൻസാക്ഷണൽ ഡിപ്ലോമസി എന്നാണ്. അതായത് ഒരു കൈ കൊടുത്ത് മറ്റൊരു കൈ കൊണ്ട് ലാഭം വാങ്ങുക. ഇന്ത്യക്ക് അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ നൽകുന്നതിൽ 5 വർഷത്തെ കാലതാമസം ഉണ്ടായതിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും വ്യാപാര നികുതിയിൽ വിട്ടുവീഴ്ച ചെയ്യാൻ ട്രംപ് തയ്യാറാകുന്നില്ല. സാധാരണക്കാരായ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഇരട്ടത്താപ്പ് വലിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുന്നത്. അമേരിക്കയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതിയിൽ ഇതിനകം തന്നെ 20% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, IT സേവനങ്ങൾ എന്നിവയെല്ലാം അമേരിക്കയിൽ ചെലവേറിയതായി മാറി. ഇതോടെ ഇന്ത്യൻ കയറ്റുമതി മേഖലയിൽ തൊഴിൽ നഷ്ടം സംഭവിക്കുമോ എന്ന ആശങ്കയും ശക്തമാണ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കുറയ്ക്കാൻ ഇന്ത്യയിലെ വലിയ എണ്ണ ശുദ്ധീകരണ കമ്പനിയായ റിലയൻസ് ഇൻഡസ്ട്രീസ് തീരുമാനിച്ചത് അമേരിക്കൻ സമ്മർദ്ദത്തിന്റെ ഫലമാണെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. തങ്ങളുടെ ലാഭത്തിനു വേണ്ടി സുഹൃത്തിനെ പോലും സമ്മർദ്ദത്തിലാക്കുന്ന ട്രംപിന്റെ ശൈലി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ്. ഈ തർക്കങ്ങൾക്കിടയിലും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ അണിയറയിൽ നടക്കുന്നുണ്ട്. റഷ്യയിൽ നിന്ന് വാങ്ങുന്ന എണ്ണയുടെ അളവ് കുറച്ചുകൊണ്ട് അമേരിക്കയെ തൃപ്തിപ്പെടുത്താനും അതുവഴി നികുതി കുറയ്ക്കാനുമുള്ള നീക്കത്തിലാണ് ഇന്ത്യ. പക്ഷേ ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയംഭരണത്തെ ചോദ്യം ചെയ്യുന്ന ട്രംപിന്റെ രീതികളോട് രാജ്യം എങ്ങനെ പൊരുത്തപ്പെടുമെന്നത് കാത്തിരുന്ന് കാണണം. സൗഹൃദവും ബിസിനസ്സും ഒരുപോലെ കൊണ്ടുപോകാൻ സാധിക്കാത്ത വിധം അമേരിക്കൻ നയങ്ങൾ കടുപ്പമേറിയതാകുന്നത് വരും ദിവസങ്ങളിൽ ഇന്ത്യ-US ബന്ധത്തിന്റെ ഭാവി നിർണ്ണയിക്കും. ട്രംപിന്റെ ഈ സ്നേഹപൂർണമായ ഭീഷണി ഇന്ത്യ എങ്ങനെ നേരിടുമെന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ വിദേശ നയത്തിന്റെ വിജയം.